നമസ്കാരം. കിം ജോങ് ഉന്നിനെ ലക്ഷ്യം വെച്ച ട്രംപ്. ഉത്തര കൊറിയയെ തൊടാൻ ട്രംപിന് ഭയം. ഇസ്രായേലിനും അമേരിക്കയ്ക്കും ഉത്തര കൊറിയയെ ഭയമാണോ എന്ന് ചോദിച്ചാൽ ഭയമാണെന്ന് പറയേണ്ടി. കാരണം അത്യാധുനികമായിട്ടുള്ള ആയുധങ്ങൾ സ്വന്തമാക്കിയിട്ടുള്ള ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. എന്നിട്ടും അവരോടെന്തേ കിടപിടിക്കുവാൻ ട്രംപിന് കഴിയുന്നില്ല. ഇസ്രായേലും അമേരിക്കയും ഇറാനെതിരെ യുദ്ധം ഇങ്ങനെ കടുപ്പിക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ താരമായിട്ട് മാറുന്നത് ഉത്തര കൊറിയൻ നേതാവായിട്ടുള്ള കിം ജോങ് ഉന്നാണ്. ആണവായുധങ്ങളുടെ പേര് പറഞ്ഞ് അമേരിക്കയും ഇസ്രായേലും ഇറാനെ വിറപ്പിക്കുമ്പോൾ ആണവായുധങ്ങൾ ഉൾപ്പെടെ നേരത്തെ സ്വന്തമാക്കിയ ഉത്തര കൊറിയക്കെതിരെ സൈനിക നീക്കത്തിന് ധൈര്യമില്ല എന്നുള്ളതാണ് സോഷ്യൽ മീഡിയ ഇതുവഴി ചൂണ്ടിക്കാട്ടുന്നത്. നേരത്തെ തന്നെ ലോകരാഷ്ട്രീയത്തിലെ ഏറ്റവും ചൂടേറിയ വിഷയങ്ങളിൽ ഒന്നാണ് ഉത്തര കൊറിയയുടെ ആണവ മിസൈൽ ശേഷി എന്ന് പറയപ്പെടുന്നത്. അമേരിക്കയും ഇസ്രായേലും ഉത്തര കൊറിയയെ ശത്രുവായി കാണുന്നുണ്ട് എങ്കിലും അവരെ നിർവീര്യമാക്കുവാൻ നിർബന്ധിക്കാത്തതിന്റെ കാരണങ്ങൾ വളരെ സങ്കീർണമാണ് എന്നുള്ളതാണ്. ഉത്തര കൊറിയയുടെ ആയുധശേഖരം ലോകത്തിലെ ഏറ്റവും ഭീഷണിപ്പെടുത്തുന്നവയിൽ ഒന്നാണ് എന്നുള്ളതാണ്. 2026 ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം അവരുടെ ആണവായുധങ്ങൾ എന്ന് പറയപ്പെടുന്നത് 100 എണ്ണം വരെ എത്തിയിരിക്കാം. 2009 ഒന്നോ രണ്ടോ മാത്രമുള്ളതിൽ നിന്നാണ് ഉത്തര കൊറിയ ഇപ്പോൾ ഇത്തരത്തിലൊരു മുന്നേറ്റം നടത്തിയിരിക്കുന്നതെന്ന്. കിം ജോങ് ഉന്നിന്റെ ഭരണകാലത്ത് ഉത്തര കൊറിയ ഇന്റർകോണ്ടിനെന്റൽ ബാലിസ്റ്റിക് മിസൈലുകൾ പോലുള്ളവ വികസിപ്പിച്ചെടുത്തു. അവ അമേരിക്കൻ ഭൂഖണ്ഡത്തെ ലക്ഷ്യമാക്കാൻ ശേഷിയുള്ളവയാണ്. അമേരിക്കൻ പ്രതിരോധ സംവിധാനങ്ങളെ മറികടക്കുവാൻ രൂപകൽപ്പന ചെയ്തതാണ് അവരുടെ ആയുധങ്ങൾ എന്ന് പറയപ്പെടുന്നത്. ശബ്ദവേഗത്തിന്റെ 5 ഇരട്ടി വേഗതയുള്ളവയെ റഡാറുകൾക്ക് കണ്ടെത്താൻ പ്രയാസമായിട്ടുള്ളവ. അമേരിക്കയ്ക്ക് ഏകദേശം 5500-ലധികം ആണവായുധങ്ങൾ ഉണ്ട് എങ്കിലും ഉത്തര കൊറിയയെ ഭയപ്പെടുത്തുന്നവരുടെ തയ്യാറെടുപ്പാണ്. കിം ജോങ് ഉൻ ആദ്യം ആണവായുധം ഉപയോഗിച്ചേക്കാം എന്ന നിലപാടുകാരനാണ്. ഒരു യുദ്ധമുണ്ടായാൽ സൗത്ത് കൊറിയയിലെ 28,000-ഓളം അമേരിക്കൻ സൈനികരെ അപകടത്തിലാക്കാൻ ഉത്തര കൊറിയയ്ക്ക് സാധിക്കുകയും ചെയ്യും. ഇസ്രായേലിന്റെ ഭയം പ്രധാനമായിട്ടും ഇറാൻ വഴിയാണ്. ഉത്തര കൊറിയ ഇറാനിലേക്ക് മിസൈൽ ആണവ സാങ്കേതിക വിദ്യ കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇത് ഇറാന്റെ ആണവ പദ്ധതിയെ ശക്തിപ്പെടുത്തുന്നതാണ്. ഉത്തര കൊറിയക്ക് ആണവായുധമുണ്ടെങ്കിലും അമേരിക്കയും ഇസ്രായേലും നിർവീര്യമാക്കാൻ നിർബന്ധിക്കാത്തത് ഭയം കൊണ്ടുകൂടിയാണ്. ചൈനയുടെയും റഷ്യയുടെയും പിന്തുണ, ഏത് സമയത്ത് വേണമെങ്കിലും ആണവായുധം പ്രയോഗിക്കണമെന്ന ഭീഷണി, ഇവയെല്ലാം ഉത്തര കൊറിയയ്ക്ക് മേൽ നൽകുകയും ചെയ്യുന്നുണ്ട്. ഇനി ഇറാനെതിരെ യുദ്ധം തുടങ്ങിയപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധ പിടിച്ചു പറ്റുന്നത് കിം ജോങ് ഉന്നിന്റെ മീമാണ്. എനിക്ക് എല്ലാ ടോയ്സും ഉണ്ട്, എന്തുകൊണ്ട് ആരും എന്നോട് കളിക്കുന്നില്ല എന്ന മീം മില്യണുകൾ വ്യൂസ് നേടി എന്നുള്ളതാണ്. ഇറാൻ ആക്രമണ വീഡിയോകൾക്കിടെ കിമ്മിന്റെ ക്ലിപ്പുകൾ ട്രെൻഡിംഗ് ആയി മാറുന്നു. ഉത്തര കൊറിയയുടെ ആയുധങ്ങൾ അമേരിക്കയും ഇസ്രായേലിനെയും മാത്രമല്ല ലോകരാജ്യങ്ങളെ എല്ലാം ഭയപ്പെടുത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ നേരിട്ടൊരു യുദ്ധത്തിന് തയ്യാറാകാത്തതും ഡിപ്ലോമാസി മാത്രമാണ് പരിഹാരമെന്ന് കണ്ടെത്തുന്നതും. ട്രംപിന്റെ യുദ്ധക്കൊതിക്കെതിരെ അമേരിക്കൻ ജനത ആഞ്ഞടിക്കുന്ന ഒരു കാഴ്ചയും അങ്ങ് അമേരിക്കയിൽ കാണുന്നുണ്ട്. ഇറാനുമേലുള്ള ആക്രമണത്തെ പിന്തുണയ്ക്കുന്നത് അവിടെ എത്ര പേരെന്ന് ചോദിച്ചാൽ ഏകദേശം 27% പേർ മാത്രമാണ്. ബാക്കിയുള്ളവർക്ക് ഇതിനോട് ഒരിക്കലും ഒരു വിയോജിപ്പാണ് എന്ന് പറയപ്പെടുമ്പോഴും ഉത്തര കൊറിയയെ പോലൊരു രാജ്യത്തെ എന്തുകൊണ്ട് ആക്രമിക്കുവാൻ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല? ഇതേ ആണവായുധമാണല്ലോ, ആണവായുധ ശേഷി ഉള്ള രാജ്യമാണ് ഇറാൻ എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഇറാനെതിരെ നിലച്ചിരിക്കാത്ത നേരത്ത് അപ്രതീക്ഷിതമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചത് അമേരിക്കയും ഇസ്രായേലും. അപ്പോൾ അമേരിക്കയും ഇസ്രായേലും ഇതേപോലെ തന്നെ കാണേണ്ട ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. എന്തുകൊണ്ട് ചെയ്യുന്നില്ല? ഉത്തര കൊറിയ എന്ന് പറയപ്പെടുന്ന രാജ്യവും അവിടുത്തെ നേതാവ് കിം ജോങ് ഉന്നും നിങ്ങളുടെയൊക്കെ കൈപ്പിടികളിലൊക്കെ നിന്ന് വളരെ മുകളിലാണ് എന്നുള്ളതാണ്. കാരണം അയാൾ ആദ്യം പ്രയോഗിക്കുന്നതേ ആണവായുധമായിരിക്കും. ഒരു യുദ്ധത്തിന്റെ അലവലികളോ ഇപ്പോൾ ഈ ഇറാനോട് കാണിച്ച ഇത്തരത്തിലുള്ള പ്രവൃത്തികളോ ഒരു നിമിഷമെങ്കിലും കിം ജോങ് ഉന്നിനോടോ അല്ലെങ്കിൽ ഉത്തര കൊറിയയോടോ കാണിക്കാൻ അമേരിക്കയ്ക്കോ ഇസ്രായേലിനോ ബെഞ്ചമിൻ നെതന്യാഹുവോ ട്രംപിനോ കഴിഞ്ഞാൽ അടുത്ത നിമിഷം ഈ രണ്ടെണ്ണത്തിന്റെയും തല വെട്ടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതാണ് ഉത്തര കൊറിയയുടെ കിം ജോങ് ഉന്നിന്റെ ഒരു രീതി എന്ന് പറയുന്നത്. കിം ജോങ് ഉൻ സാധാരണ ഒരു യുദ്ധത്തിലേക്കല്ല പോകുന്നത്. ആദ്യമേ ആണവായുധ പ്രകടനമായിരിക്കും നടത്തുക, ആണവായുധ പ്രയോഗമായിരിക്കും നടത്തുക. അത് നടത്തിയതിനു ശേഷം മാത്രമായിരിക്കും ബാക്കിയുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അപ്പൊ അതുകൊണ്ട് ഉത്തര കൊറിയയോടും വെനസ്വേലയോടും ഒക്കെ കാണിക്കുന്ന ഈ തിണ്ണമെടുക്ക് എന്ന് പറയപ്പെടുന്നത് അമേരിക്കയ്ക്കും ട്രംപിനുമൊന്നും ഉത്തര കൊറിയയോട് കാണിക്കാൻ കഴിയില്ല, അവിടുത്തെ കിം ജോങ് ഉന്നിനോട് കാണിക്കാനും കഴിയില്ല. കാരണം കിം ജോങ് ഉന്നിനെ ഉന്നം വെച്ചുകൊണ്ട് ട്രംപ് മുന്നോട്ട് വന്നാൽ അത് ട്രംപിന്റെ അവസാനമാകും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. കൂടാതെ ഉത്തര കൊറിയയെ തൊട്ടുകളിച്ച് ഉത്തര കൊറിയയെ ചുടുകാടാക്കാമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ട്രംപിന്റെ യാത്രയ്ക്കും അത് ട്രംപിന് തന്നെ ഭയമാകുന്നുണ്ട് എന്നുള്ളത്. അതുകൊണ്ടാണ് ആണവശേഷിയുടെ കാര്യത്തിലാണെങ്കിലും ആണവായുധത്തിന്റെ കാര്യത്തിലാണെങ്കിലും ഉത്തര കൊറിയയെ തൊടാൻ ഇവിടെ അമേരിക്കയും ഒപ്പം ഇസ്രായേലും ഭയക്കുന്നത് എന്നുള്ളത്.